ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിഷ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമൻസിനും എല്ലാവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മടിയന്മാരുടെയും മടിച്ചവരുടെയും കറിയാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എന്നാൽ എല്ലാവരും പോന്നോളൂ, നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ഒരു കുക്കർ എടുത്ത് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കറുവപ്പട്ട, ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴരാനായി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വഴണ്ടു വന്ന സവോളയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളക്, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നമുക്കൊരു 3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.